ഓട്സ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടല്ലേ. ഓട്സിൽ പാലൊഴിച്ചിട്ടോ അതല്ലെങ്കിൽ തൈര് ഒഴിച്ചിട്ടോ ഒക്കെയാണ് നമ്മൾ കഴിക്കാറ്, അല്ലെങ്കിൽ ഓട്സ് ഉപ്മാവൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇന്നിതാ ഓട്സ് കൊണ്ടുള്ള 3 വ്യത്യസ്തമായ വിഭവങ്ങൾ, 3ഉം നല്ല സൂപ്പർ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വിഭവങ്ങളാണ്. അപ്പോൾ ഈ വിഭവങ്ങളൊക്കെ കണ്ടു നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 3 വിഭവങ്ങളെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് പുട്ട് അല്ലേ. പുട്ട് പല കോമ്പിനേഷനിൽ കഴിക്കാറുണ്ട്. ഇന്നത്തെ പുട്ടിനുമുണ്ട് ഒരു പ്രത്യേകത കേട്ടോ. നല്ല ഓട്സും ഗോതമ്പും കൂടി ചേർന്ന ഒരു ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കോ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് ഇന്നത്തെ പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് ഓട്സ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം കേട്ടോ. എണ്ണയൊന്നും ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് കളറൊക്കെ മാറി നന്നായിട്ട് മണമൊക്കെ വന്നു തുടങ്ങി. ഞാനിത് ഓഫ് ചെയ്ത് ഇനി പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അതേ പാത്രത്തിൽ വെക്കരുത്, ഇരുന്ന് കരിഞ്ഞു പോവും. അപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ പുട്ടുണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതേ പാത്രത്തിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് മാവും കൂടി എടുത്തിട്ട് വറുത്തെടുക്കാം നമുക്ക്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി വറുത്ത് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഇതിനു മുമ്പ് ഞാനൊരു ഗോതമ്പ് ഇടിയപ്പം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് നല്ല ഫ്ലേവർ വരുന്ന ഒരു റെഡായിട്ട് വറുത്തിട്ടുണ്ട്. തണുക്കാൻ വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ഓട്സും ഗോതമ്പും കൂടി മിക്സ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചാലും മതി, വെള്ളം തളിച്ചാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. കട്ട പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മളെ ഗോതമ്പിൽ തരിയില്ലായിരുന്നു. അപ്പം നമുക്ക് കുറച്ചായിട്ട് വെള്ളം തളിച്ച് കൊടുത്തിട്ട് സാധാരണ പുട്ട് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. പക്ഷേ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഒരുപാട് വെള്ളമില്ലാതെ തന്നെ മെല്ലെ മെല്ലെ തളിച്ച് കുറച്ച് അധിക ടൈമൊന്നും എടുക്കില്ല കേട്ടോ. ഇത് കുഴയ്ക്കാൻ ഭയങ്കര ഈസിയാണ്. സാധാരണ പുട്ട് പോലെ പോലും അല്ല. ഇപ്പം പുട്ടുകുറ്റി ഇല്ലാത്ത ആൾക്കാർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ എന്തിൽ വേണമെങ്കിലും വെച്ച് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തേങ്ങ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിറയെ തേങ്ങ ഇട്ടത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം തേങ്ങ ഇതിൽ കടിക്കുന്നത് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു കഴിക്കുമ്പോൾ. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പുട്ടുകുറ്റിയിൽ ചില്ലൊക്കെ ഇട്ട് അടിയിൽ ആദ്യം തേങ്ങ ഇട്ടു. പിന്നെ നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് പൊടി ഇട്ടിട്ടാണ് ഫില്ല് ചെയ്തത് കേട്ടോ. 3 ലെയറിലായിട്ടാണ് ഇത് വെച്ചത്. നിങ്ങൾക്കിത് ഇങ്ങനെ വെക്കാണ്ടായെങ്കിൽ നോർമലായിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ചിരട്ടക്കുറ്റിയിലും എന്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് പുട്ടും പഴവും കൂടിയിട്ടും അല്ല എങ്കിൽ പുട്ടും പപ്പടവും പുട്ടും കടലക്കറിയും പുട്ട് എപ്പോഴും എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങയും കൂടി മുകളിലിട്ടിട്ട് പുട്ടുകുറ്റിയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതിലെനിക്ക് ഒരു പുട്ടുകുറ്റിയും പിന്നെ ഒരു പുട്ടുകുറ്റിയുടെ മേക്കറിലുള്ള അത്രയും കൂടിയാണ് ക്വാണ്ടിറ്റി കിട്ടിയത് കേട്ടോ. ഇപ്പം ഇനി ഞാൻ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ മേലെയാണ് ഇത് ഞാൻ വെക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ ഇതിൽ സ്റ്റീമൊക്കെ വരും. കുക്കായിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയെടുക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ, നല്ലൊരു ഫ്ലേവർ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ഗോതമ്പിൻ്റെയും ഓട്സിൻ്റെയും കൂടി നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് തേങ്ങയും പുട്ടും ഒക്കെ കൂടി ഒരു സൂപ്പർ. ഇന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ പുട്ടും കടലക്കറിയാട്ടോ. അപ്പോൾ ഇത് കടലക്കറി ഇല്ലാതെ ഇതിങ്ങനെ തന്നെ കഴിക്കാനും അത്രയും സോഫ്റ്റ് പുട്ടായിരുന്നു ഇത്. ശരിക്കും സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പുട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അടുത്ത റെസിപ്പി നമ്മുടെ ഓട്സ് കൊണ്ടൊരു കുഴക്കട്ടയാണ് കേട്ടോ. ഇത് സാധാരണ കുഴക്കട്ടയല്ല, സൂപ്പറായിട്ടുള്ള ടേസ്റ്റുള്ള, ഉള്ളിൽ തേങ്ങാക്കൊത്തും നല്ല ഫ്ലേവറും ഒക്കെ ഉള്ള ഒരു കുഴക്കട്ടയാണ്. അപ്പം അതിങ്ങനെയാണ് നോക്കാം. അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം തന്നെയാണ് ഓട്സ് കൊണ്ടൊരു കുഴക്കട്ട. ഓട്സ് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ സ്നാക്കോ ആയിട്ടോ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് 1 കപ്പ് ഓട്സ്, അതായത് ഇതിൽ ഞാൻ 1 കപ്പ് 125 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് 1 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് പറഞ്ഞ് ഒരുപാട് ചോക്കുന്ന മാതിരിയല്ല, പക്ഷെ ഒന്ന് ക്രിസ്പി ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പം ഇതായിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് 1 കപ്പ് റവയും കൂടി വറുത്തെടുക്കാം. സെയിം ക്വാണ്ടിറ്റിയാണ് ഞാൻ രണ്ടും എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇതുമാതിരി ഒരുപാട് റോസ്റ്റ് ആവരുത് കേട്ടോ. നല്ല ചുവന്ന് ഭയങ്കര അങ്ങനത്തെ അത്രയും റോസ്റ്റ് പാടില്ല.
ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് നന്നായി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ആവുമ്പോൾ നമുക്ക് ഇതിനെയും പാത്രം മാറ്റാം. ഒരിക്കലും വറുത്ത പാത്രത്തിൽ തന്നെ വെക്കരുത് കേട്ടോ. ഇനി നമുക്ക് കൊഴക്കട്ട ഉണ്ടാക്കാം. കൊഴക്കട്ട ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളമാണ്. 1 കപ്പ് ഓട്സും 1 കപ്പ് റവയുമാണ് നമ്മളെടുത്തത്. അതുകൊണ്ട് തന്നെ 3 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലാവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ഇട്ടുടനെ ജസ്റ്റ് ഒന്ന് ഇളക്കാം, ഇല്ലെങ്കിൽ കായപ്പൊടി കറക്റ്റ് ആയിരിക്കില്ല. ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം. ഇതിൽ ഉപ്പ് പോരെങ്കിൽ ഒന്ന് കുറച്ചും കൂടി ഇടണം കേട്ടോ. എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിലുള്ള ഉപ്പാണ് നമ്മുടെ കൊഴക്കട്ടയിൽ ഉപ്പാവുക. ഇനി അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ റവ ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ റവയൊന്ന് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള വറുത്ത് വെച്ചിട്ടുള്ള ഓട്സും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ ഇളക്കുക. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒട്ടും കട്ട പിടിക്കില്ല. ഇത് നമ്മളിപ്പോൾ കാണുമ്പോൾ വെള്ളം കൂടുതൽ തോന്നുമെങ്കിലും ഉണ്ടാവില്ല. ഒരു 1/4 കപ്പോളം ഞാൻ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി ഇതിനെ യോജിപ്പിക്കുക. ഒട്ടും കട്ട പാടില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കൊഴക്കട്ടയിൽ തേങ്ങ. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാറ്റിനെയും ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് കുറച്ച് സമയം, ഇനി ഒരു 5 മിനിറ്റോളം കേട്ടോ, 3 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് നമുക്ക് വെക്കണം അടച്ച് വെക്കുന്നതിന് ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിൽ കൂടുതൽ വേണ്ട. ആ ചൂടോടുകൂടി തന്നെ ഉരുട്ടുന്നതാണ് നല്ലത് കേട്ടോ. അടച്ചിട്ട് വെക്കാം, ഒന്ന് സെറ്റ് ആവട്ടെ. ഇപ്പോൾ ഇതാ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇതിൽ ഓട്സിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ ഓട്സിൻ്റെ അളവ് കൂടുതൽ എടുത്തിട്ട് ചെയ്യാം കേട്ടോ റവയുടെ കൂടെ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഇത്ര വേണ്ടി വരില്ല. ഓട്സ് വേവാൻ അധികം വെള്ളം വേണ്ട. ഇതിപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനായി തോന്നി. ആവശ്യത്തിന് എനിക്കൊരു തരിയുള്ള മാതിരിയൊക്കെ തോന്നി. ഇപ്പം ഞാൻ ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കൈകൊണ്ട് കുറച്ച് കയ്യിൽ എണ്ണയാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇത് ഓട്സും കൂടി ഉള്ളതുകൊണ്ട് ചെറിയൊരു ഒട്ടൽ ഇങ്ങനെ ആക്കുമ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് കയ്യിലാക്കിയതിന് ശേഷം ഉരുട്ടിയാൽ മതി. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ വേണമെങ്കിൽ കടുകും മുളകും ഒക്കെ വറുത്തിട്ട് ഇത് ഉപ്മാവായും നമുക്ക് വേണമെങ്കിൽ കഴിക്കാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ബാക്കിയുള്ള കൊഴക്കട്ടയൊക്കെ നമുക്ക് പോയി ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ കൊഴക്കട്ടയൊക്കെ റെഡിയായി. അപ്പം നമ്മൾ ഇനി ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്യാൻ പോവാണ്. സ്റ്റീമർ വെച്ചു. സ്റ്റീമറിൽ എപ്പോഴും നമ്മൾ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ കൊഴക്കട്ട ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മുതൽ 8 മിനിറ്റ് വരെ മതിയാവും കേട്ടോ. ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ എന്നാലും ഇത് നല്ല സോഫ്റ്റ് ആവും. ഇങ്ങനെ വെക്കുമ്പോഴേക്കും ടേസ്റ്റും നല്ല വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം. ഇപ്പോൾ ഇത് എനിക്ക് കുക്കായ പോലെയുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കാം. ഇപ്പോൾ അത് ഒട്ടും തൊന്നുമില്ല. ഞാനൊന്ന് കഴിച്ച് നോക്കി. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തുറന്നതിന് ശേഷം വെക്കുക. ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് വാങ്ങിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ ഞാനൊരു മസാല സൂചി ബോൾസിൻ്റെ റെസിപ്പിയൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. പൊടിക്കൊഴുക്കട്ടയുടെ റെസിപ്പിയൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ തന്നെ കൊടുക്കാം താഴെ. നല്ല വ്യത്യാസമുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് അതെല്ലാം. അപ്പോൾ ഇത് അതിനേക്ക് ഒരു പാത്രത്തേക്ക് മാറ്റി. ഇനി നമുക്ക് അമ്മിണിക്കൊഴുക്കട്ട ഏതാണ്ട് കുറച്ച് സാധനങ്ങൾ വറുത്തിടാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ചും കടുകിടാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഉഴുന്നപ്പരിപ്പും ഒരു കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ഒരു 2 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാവണം. ഉഴുന്നപ്പരിപ്പ് ചൂടാവണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള കൊഴക്കട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള കൊഴക്കട്ട തന്നെയായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ. വറുത്തിടാതെയും ഇത് ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലായിടത്തേക്കും ഒന്നാവട്ടെ. അതിലുള്ള ഉഴുന്നുപരിപ്പിൻ്റെയും മുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ്, കരിവേപ്പിൻ്റെയൊക്കെ മണം പിടിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 സാധനങ്ങൾ കേട്ടോ. കുറച്ച് കായപ്പൊടിയും കൂടി ഇതുമാതിരി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കായപ്പൊടി ഇട്ട ഉടനെ ഇളക്കണം, ഇല്ല എങ്കിൽ അവിടെയും ഇവിടെയും മാത്രം അതിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷനിലാണ് കേട്ടോ മുളക് പൊടിയൊക്കെ. അവസാനമായിട്ട് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി പുകയും, അതുകൊണ്ടാണ് ആദ്യം ഇടാത്തത്. ഇനി ഒരു കുറച്ച് നേരം ഇങ്ങനെ വെച്ച് റോസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഒരു ക്രിസ്പിനെസ് വരും പുറത്തൊരു കോട്ടിങ്ങിന്.
അപ്പോൾ ഒരു 5-8 മിനിറ്റ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ആയിട്ടുണ്ട്. ഞാനതപ്പോൾ സെർവ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. കണ്ടോ, നല്ല ലുക്കും നല്ലൊരു മണമുണ്ട്. ആ ഓട്സിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഫ്ലേവറൊക്കെ നന്നായി വരുന്നുണ്ട്. പക്ഷേ ഓട്സ് ആണെന്ന് അറിയ പോലുമില്ല. കണ്ടോ, തുറന്നു കഴിഞ്ഞിട്ട് സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴക്കട്ട തന്നെയാണ്. ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് തുറക്കാൻ പറ്റി. കണ്ടോ, നല്ല ടേസ്റ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. കൂടാതെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമായിരിക്കും പനിയാരമാണ് ഇന്നത്തെ ഡിഷ് എന്നല്ലേ. ഇത് സാധാരണ പനിയാരമല്ല, ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയ പനിയാരമാണ് കേട്ടോ. സാധാരണ നമ്മൾ ദോശമാവിലല്ലേ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പനിയാരമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയാണ് ഈ ഓട്സ് ഇട്ടത് കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓട്സ് പനിയാരം ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓട്സ് ആണ് ഇട്ടിരിക്കുന്നത്. സാധാരണ ഓട്സ് കേട്ടോ, റോൾഡ് ഓട്സ്. 1 കപ്പ് നമ്മുടെ ദോശമാവ് ഫെർമെൻറ്റ് ചെയ്തതാണ്. തലേ ദിവസം അരച്ച് വെച്ച് രാവിലെ ആയിട്ടുള്ള മാവ് കേട്ടോ. കുറച്ച് ബാക്കിയുള്ള മാവായാലും മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി ഞാൻ ദോശമാവിൽ ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ആ ഓട്സും ഈ മാവും കൂടി മിക്സ് ആവണം, അത്രേ ഉദ്ദേശമുള്ളൂ. നമുക്ക് മാവ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു കയ്യിൽ മാവേ ഉള്ളൂ വെച്ചാലും നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. നമുക്ക് മാവുണ്ടെങ്കിൽ, ദോശമാവുണ്ടെങ്കിൽ അതിലേക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ആ മാവിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ, കുറച്ച് കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നപ്പരിപ്പ്, നല്ലൊരു ഫ്ലേവർ ഒക്കെ കൊടുക്കാനാണ് കേട്ടോ. ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, എല്ലാം ചെറുതായി അരിഞ്ഞതാണ്. അതിനെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്യുക. വറുത്തിട്ടിട്ട് പനിയാരത്തിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് ഒരു ചെറിയൊരു ഒനിയൻ നന്നായി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അതിനെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റണ്ട കേട്ടോ. ഇത് ജസ്റ്റ് ഒരു പച്ചമണം മാറുക മാത്രമേ വേണ്ടൂ. അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണെങ്കിലും പ്രോബ്ലം ഇല്ല. ഇത് ഞാൻ ഇത്തിരി കടിക്കാനുള്ള പരുവത്തിൽ ചെറുതായി അരിഞ്ഞതായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധികം ഒന്നും വേണ്ട, ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് ഓഫ് ചെയ്യാം. നമുക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ മാവിലേക്ക് ചേർത്തി കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാവ് കണ്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിലേക്ക് കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ട്, കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇതെന്തുകൊണ്ട് നിങ്ങൾ വെള്ളം പോലെ ആദ്യം തന്നെ ചെയ്ത് വയ്ക്കില്ല എന്ന് ചോദിക്കാം. പക്ഷേ അതിലങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഓട്സ് സോഫ്റ്റ് ആവാനുള്ള ചാൻസസ് കുറവാണ് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ ഓട്സിൻ്റെ ടെക്സ്ചർ അതുപോലെ കിട്ടുകയും ചെയ്യും. എന്നാൽ നമുക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നമ്മുടെ ഒരു ഇഡ്ലി മാവിൻ്റെ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും ഒക്കെ കൂടിയുള്ള മിക്സിനെയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒരു ഇഡ്ലി മാവിനേക്കാൾ കുറച്ചും കൂടി ലൂസ്, എന്നാൽ ദോശമാവിൻ്റെ അത്ര ലൂസ് വേണ്ടേനും കേട്ടോ. അങ്ങനെ ഒരു പനിയാരത്തിനുള്ള പോലെ ആക്കാം. ഓട്സ് അപ്പം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലേ, ഓട്സ് ഉപ്പപ്പം എന്ന് വിളിക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനതിനെ നന്നായി ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതായി നമ്മുടെ റെഡി ആയിട്ട് കണ്ടോ, മാവിൻ്റെ ടെക്സ്ചർ ഈ രീതിയിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പക്കാര വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പക്കാരയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല, കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കത് എണ്ണ ചൂടായി വരുമ്പോൾ മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ അപ്പക്കാര ഇതുപോലെ എപ്പോഴും പുതുതുപോലെ ഇരിക്കാനുള്ള ഒരു ട്രിക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ താഴെ ഷെയർ ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതായിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം കേട്ടോ. കണ്ടോ, പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും എന്നുള്ളതാണ് ഓട്സ് പനിയാരത്തിൻ്റെ പ്രത്യേകത, ഓട്സ് അപ്പത്തിൻ്റെ പ്രത്യേകത. നമുക്കത് നന്നായി മറിച്ചിടാം. അധിക സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൽ ക്യാരറ്റും ആ ഒനിയനും ഒക്കെ വറുത്തിട്ട് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല എണ്ണ ഒഴിച്ച് കൊടുക്കൽ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പം നമുക്കിത് വാങ്ങിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയും വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്കോ ആയിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഇന്ന് സെർവ് ചെയ്യുന്നത് ടൊമാറ്റോ ചട്നിയുടെയും തേങ്ങ ചട്നിയുടെയും കൂടെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്കായിട്ട് അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ,
ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമാണ് കേട്ടോ. ശരിക്കും വെന്തിട്ടുണ്ടാവും, പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്